ലഹരിയുടെ സ്വഭാവം വർഷം തോറും മാറി മാറി വരികയാണ്. 1970കളിൽ മുറിബീടി വലിച്ചു തുടങ്ങിയ കൊച്ചുകുട്ടികൾ പിന്നീട് കഞ്ചാവിലേക്കും ചരസിലേക്കും ഒക്കെ മാറി. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് രാസ വസ്തുക്കളാണ്, MDMA പോലുള്ള രാസ ലഹരികളാണ് ഇന്ന് കുട്ടികളുടെ ആവേശമായി തീർന്നിരിക്കുന്നത്. ലഹരി മരുന്നുകൾക്കിടയിലെ കാളകൂട വിഷം എന്ന് പോലും വിളിക്കാൻ പറ്റുന്ന MDMA പോലുള്ള മാരകമായ ലഹരി മരുന്നുകൾ നമ്മുടെ കുട്ടികളെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? ലഹരിയുടെ കാണാപ്പുറങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ലഹരി അത് വെറും ഒരു കുറ്റകൃത്യമായി കാണാതെ ജനിതകമായ ചില വൈകല്യങ്ങൾ മൂലവും നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിൻ്റെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും ഒക്കെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന അഡിക്ഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ആവശ്യമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് രക്ഷകർത്താക്കൾക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതിനുവേണ്ടി ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതി ഹോമിയോപ്പതി ചികിത്സാ രീതി തന്നെയാണ്. എറണാകുളത്ത് നാനോനിയോ ഹോമിയോപ്പതി വെൽനസ് ആൻഡ് റിസർച്ച് സെൻ്ററിൽ ലഹരി വിമുക്തി ചികിത്സ എല്ലാ വെള്ളിയാഴ്ചയും പുനർജനി എന്ന പേരിൽ